ശരി, ചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കിലും കാറിലും ഇടിച്ച അപകടം. ചുരം 8-ാം വളവിന് മുകളിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബെൻസൺ, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതെ സേതുലക്ഷ്മി, രാവിലെ 7:15 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ചുരം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് ലോറി കാറിലും ബൈക്കിലും ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ബൈക്കും കാറും ഗതാഗത കുരുക്കിനെ തുടർന്ന് കുറച്ചു നേരം നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുറകിൽ നിന്നും വരികയായിരുന്ന ഈ ചരക്ക് ലോറി അത് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇവരെ ഇടിക്കാൻ എത്തുന്നതിന് തൊട്ടു മുൻപ് ഈ ചരക്ക് ലോറി തന്നെ വെട്ടിച്ച് സൈഡിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ആ ഇടിയുടെ ആഘാതം അത്രത്തോളം കുറഞ്ഞത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആ മുൻപിലുണ്ടായിരുന്ന കാറിന്റെ ഡാഷ് ക്യാമറയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ 2 ബൈക്കുകൾ തൊട്ടുപുറകിലുണ്ടായിരുന്നു. അതിൽ ഒരു ബൈക്കുകാരനെ ഇടിക്കാതെ മറ്റൊരു ബൈക്കിൽ മാത്രമാണ് ആ കാർ ഇടിച്ചത്, ലോറി ഇടിച്ചത്. അത് വലിയ ഒരു അപകടത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. പക്ഷേ ആ ലോറി കൃത്യമായി തന്നെ സൈഡിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ഇടിയുടെ ആഘാതം കുറഞ്ഞതും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്ത് തന്നെയാണെങ്കിലും നിലവിൽ നേരിയ ഗതാഗത തടസ്സവും ചുരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെയും ചുരം ബ്രിഗേഡിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നത്. ശരി ബെൻസൺ, ശരി.